എനിക്ക് തോന്നുന്നു സാധാരണഗതിയിൽ പൊളിറ്റിക്സുമായിട്ട് ആക്റ്റീവ് അല്ലാത്ത ഒരു 60% ജനങ്ങൾ എല്ലാ വോട്ടേഴ്സിലും ഉണ്ടാവും. ആ വോട്ടേഴ്സിന് ഇപ്പോഴും ചോദിച്ചാൽ ഇപ്പോഴും അവരും കൺഫ്യൂസ്ഡ് ആണ്. അവർക്ക് ആരെയാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടൊരു ഉത്തരം പറയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് വോട്ടിംഗ് ശതമാനം അനുസരിച്ചിട്ട് ഈ 40% വോട്ടേഴ്സ് ഇപ്പോഴും തീരുമാനിച്ചിട്ടുണ്ടാവും. ബാക്കി വരുന്ന 60% വോട്ട് എവിടത്തേക്ക് മറിയും എന്ന് ആർക്കും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവർ കോൺഗ്രസ് എന്ന് പറയുന്ന മുസ്ലിം ലീഗുമായിട്ട് അടുപ്പമില്ലാത്ത അല്ലെങ്കിൽ അവരുമായിട്ട് വിഘടിച്ച് നിൽക്കുന്ന UDFന്റെ ഭാഗമായിട്ടുള്ള വോട്ടേഴ്സ് ആണോ? അങ്ങനെ ഉണ്ടാവും കുറച്ച് പേര്. അതായത് 47% അവിടെ മുസ്ലിം വോട്ടർമാരാണുള്ളത്, 41% ഹിന്ദു വോട്ടർമാർ, 12% ക്രിസ്ത്യൻ വോട്ടർമാരാണ്. BJP നിർത്തിയിരിക്കുന്ന ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി. അതുകൊണ്ട് തന്നെ മൊത്തം സമവാക്യങ്ങളും തെറ്റുകയാണ്. അതുമാത്രമല്ല അൻവറും ഈ ആര്യാടൻ ഷൗക്കത്ത് മുസ്ലിം സ്ഥാനാർത്ഥിയും അതോടൊപ്പം സ്വരാജ് ഹിന്ദു സ്ഥാനാർത്ഥിയുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് തരത്തിൽ ഇത് വരും എന്ന് പറയാൻ കഴിയില്ല. അതുമാത്രമല്ല അൻവറിൻ്റെ അപ്പൂപ്പനും അതോടൊപ്പം തന്നെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ അപ്പൂപ്പനും ഒക്കെ ആയിട്ട് വർഷങ്ങളായിട്ടുള്ള കുടിപ്പകകളാണ്. ഇവർക്കത് പരിഹരിക്കാൻ കഴിയില്ല. അപ്പോൾ അത് ഏത് തരത്തിലാകും, ലീഗ് ഏത് തരത്തിൽ പോകും എന്നൊന്നും പ്രവചിക്കാൻ പറ്റാത്തൊരു തെരഞ്ഞെടുപ്പ്. ഇപ്പം നമ്മൾ സെക്യുലർ ആണ് എന്ന് പറയുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്തിൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആര്യാടൻ എന്ന് പറയുന്ന ആര്യാടൻ മുഹമ്മദ് ആര്യാടൻ എന്നല്ലേ അദ്ദേഹത്തിന്റെ മുഖം. കുറേ വർഷങ്ങളായിട്ട് അവിടെ അദ്ദേഹം ഏറ്റവും കൂടുതൽ പിന്നെ ഹിന്ദു ഗ്രന്ഥങ്ങളെക്കുറിച്ച് ആധികാരികമായിട്ട് പറയുമ്പോൾ അത് മാത്രമല്ല ഹിന്ദു വോട്ടുകളാണ് അദ്ദേഹത്തിന് കൂടുതൽ. അദ്ദേഹം എപ്പോഴും ഹിന്ദുക്കളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിരുന്നതാണ്. തീർച്ചയായിട്ടും. അതേ സമയത്ത് തന്നെ മുസ്ലിം സമുദായത്തിനോട് ഏറ്റവും നല്ല ബന്ധമുള്ള ഒരു വ്യക്തിയുമായിരുന്നു. പക്ഷെ അതേപോലെ കൊണ്ടുപോകാൻ ഇന്ന് ഉള്ള ആ ഒരു സെക്യുലറിസ്റ്റിക് വ്യൂവോടുകൂടി നോക്കാൻ ഈ പറയുന്ന ഒരു കാൻഡിഡേറ്റിനും സാധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അൻവറിനെ കുറിച്ചും BJP കാൻഡിഡേറ്റ് ആയാലും UDF കാൻഡിഡേറ്റ് ആയാലും LDF കാൻഡിഡേറ്റ് ആയാലും അവരൊക്കെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവർക്കൊന്നും സെക്യുലർ സ്വഭാവം ഇല്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് അറിയാൻ പോകുന്നത്. അതുകൊണ്ടാണല്ലോ സെലക്ട് ചെയ്യുമ്പോൾ അത്തരം കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ ആയിരുന്നില്ല യഥാർത്ഥ ആര്യാടൻ്റെ മുഖം. ആ സമയത്ത് കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരും എല്ലാവരും ആ സ്വഭാവത്തിലുള്ളവരായിരുന്നു. പക്ഷെ ഇന്ന് ഓരോ പാർട്ടിക്കാർക്കും സെക്യുലർ സ്വഭാവം ഉണ്ടെന്ന് പറയുമ്പോഴും നോൺ സെക്യുലറിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും അത്തരം വിഭാഗീയതയും മനസ്സും ഒക്കെയാണ് നടക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.